പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വിദ്യ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കും കൂടി ഒന്ന് പറഞ്ഞുതരാൻ മറക്കണ്ട കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. 108 ദിവസത്തെ ട്രാൻസ്ഫോർമേറ്റീവ് ജേണിയുടെ 4ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ ചെയ്തെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇത്ര നാളും എത്രമാത്രം വീഡിയോസ് കണ്ടിട്ടുണ്ട്, എത്ര മോട്ടിവേഷണൽ സ്പീച്ചസ് നിങ്ങൾ കേട്ടു, എത്ര ബുക്സാണ് നിങ്ങൾ വായിച്ചു തീർത്തത്, എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു ഇതിൽ നിന്നൊക്കെ ആശയം ഉൾക്കൊണ്ടിട്ട്. എന്നിട്ടും നിങ്ങളുടെ ജീവിതം അതേ സ്ഥലത്ത് തന്നെയാണോ നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. എങ്കിൽ ഒരു കാര്യം ഞാൻ ഇന്ന് പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഉപദേശമല്ല വേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയാം അല്ലേ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രാവിലെ നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കണം, ശരീരം ശ്രദ്ധിക്കണം, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്, ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ട്, നടപടിയാവുന്നില്ല. ഗോൾസിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ട്, ഒരു രക്ഷയില്ല, പറ്റുന്നില്ല. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അകലം പാലിച്ച് സ്വസ്ഥമാവണമെന്നുണ്ട്, അതും പറ്റുന്നില്ല. മനസ്സിനെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുണ്ട്, ഇതൊന്നുമേ പറ്റുന്നില്ല. ഇതൊന്നും പുതിയ കാര്യമല്ല, നിങ്ങൾക്ക് അറിയാത്ത കാര്യവുമല്ല. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിഞ്ഞോ? അറിവുകൾ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുന്നില്ല എന്നുള്ളതാണ് നോട്ട് ദ പോയിന്റ്. ഇന്ന് എല്ലാവർക്കും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓവർലോഡഡ് ആണ്, ശരിയല്ലേ? എവിടെ നിന്നും കിട്ടും. പക്ഷെ പ്രവൃത്തി പദത്തിലേക്ക് വരുമ്പോൾ എന്താണ്? വട്ടപൂജ്യമാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന കാര്യം വലിയ പാടല്ലേ? ആക്ഷൻ എടുക്കുമ്പോൾ റിസ്ക് ഉണ്ട്, ജയവും പരാജയവും ഉണ്ട്, തോറ്റു തുന്നം പാടിയേക്കാം, ചിലപ്പോൾ ജഡ്ജ്മെൻ്റ് ഉണ്ടാകാം, മിസ്റ്റേക്കും ഉണ്ടാവും. അതുകൊണ്ട് ജീവിതം മാറാതെ ഇപ്പോഴും നമ്മൾ ഡെയിലി പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതം മാറുന്നത് പുതിയ ഇൻഫർമേഷൻ വീണ്ടും വരുന്നത് കൊണ്ടല്ല. നിങ്ങൾ ആ ഇൻഫർമേഷനിൽ നിന്നും പുതിയ സ്വഭാവം എപ്പോഴാണോ രൂപവൽക്കരിക്കുന്നത്, അതുകൊണ്ടാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും യാത്രകളും. നിങ്ങൾ എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും 108 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. ദിസ് ഈസ് മൈ വേർഡ്, മൈ ഗ്യാരണ്ടി. നിങ്ങൾ അറിയുന്ന ഒരു കാര്യം ഇന്ന് ചെയ്താൽ അത് 1000 ഉപദേശം കേൾക്കുന്നതിലും വിലയുള്ളതായിരിക്കും. നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത്രയും മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും, ഉറപ്പാണ്. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രതിദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു ദിവസം നിങ്ങൾ കട്ട മോട്ടിവേറ്റഡ് ആയിരിക്കും, അടുത്ത ദിവസം എന്താവും? നമ്മൾ വീണ്ടും താഴേക്ക് പോകും. അടുത്ത ദിവസം നമുക്ക് എന്തുണ്ടാവും? നല്ല എനർജി ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത ദിവസം എന്താ സംഭവിക്കുന്നത്? നല്ല ക്ഷീണം കാരണം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പോൾ വിജയിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്, അവരുടെ റൂട്ട് എന്താണ് എന്ന് ആലോചിക്കണം അല്ലേ? അവരൊരിക്കലും അവരുടെ ഫീലിങ്സ് അനുസരിച്ച് ജീവിക്കത്തില്ല, മറിച്ച് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രതിബദ്ധത, അതിനനുസരിച്ചായിരിക്കും അവർ ജീവിക്കുന്നത്. മൂഡുണ്ടോ ഇല്ലയോ, ദേ ഡോണ്ട് കെയർ. അവർ ചെയ്യേണ്ടത് എന്താണോ അത് മാത്രം ചെയ്യുന്നു. ഫോക്കസ്ഡ് ആണ് അവർ. കാരണം അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ലൈഫ് ചേഞ്ചസ് വെൻ ആക്ഷൻസ് ചേഞ്ച്, നോട്ട് വെൻ ഇൻറ്റൻഷൻസ് ചേഞ്ച്, നോട്ട് വെൻ ഡ്രീംസ് ചേഞ്ച്, നോട്ട് വെൻ പ്ലാൻസ് ചേഞ്ച്, വെൻ ആക്ഷൻസ് ചേഞ്ച്. നമ്മുടെ ജീവിതം കംപ്ലീറ്റ് മാറിയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതവും ഇപ്പോൾ തന്നെ മാറാൻ വേണ്ടി നിങ്ങൾ തന്നെ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതം ഇപ്പോൾ മാറുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തന്നെ മാറാൻ വേണ്ടി നിങ്ങൾ തന്നെ എടുക്കുന്ന ആ തീരുമാനം എന്താണെന്ന് ഇപ്പോൾ തന്നെ ഇവിടെ കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണെന്നറിയോ? ഒരു കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ മൈൻഡും കൂടി കണക്റ്റഡ് ആയിട്ട് പ്രവർത്തനം അവിടെ നടക്കും. അപ്പോൾ നിങ്ങളുടെ ഓഡിറ്ററി സിസ്റ്റം കൂടുതൽ ആക്ടിവേറ്റഡ് ആവുകയും നെർവസ് സിസ്റ്റം റെഗുലേറ്റഡ് ആയി ഒരു കാര്യം നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇംപ്രിൻ്റ് ആവുകയും അത് പ്രാവർത്തികമാകാനുള്ള 100% സാധ്യതയും ആയി തീരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ദുഃഖിക്കുന്ന ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗമന്ത്ര എന്നൊരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ വേഗമന്ത്രയിൽ ഒരക്ഷരമാണ് ഗേ. ഗേ എന്ന് പറഞ്ഞാൽ നമ്മൾ അലൈൻഡ് ലിവിങ് എന്നാണ്, ജീവിതവുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ അറിവും നിങ്ങളുടെ പ്രവൃത്തിയും ഒരേ ദിശയിൽ പോകുമ്പോഴാണ് ശരിക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. പലർക്കും ഇത് അറിയത്തില്ല. പലർക്കും ക്ലാരിറ്റി ഉണ്ട് പല കാര്യങ്ങളിലും, പക്ഷെ എന്താണ്? അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല. പലർക്കും സ്വപ്നമുണ്ട്, പക്ഷെ ഡിസിപ്ലിൻ ഇല്ല. അതിനാൽ അവരുടെ ജീവിതം മാറുന്നതേ ഇല്ല, ഒരേ വഴിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു ചെറിയ ഹോംവർക്ക് ഞാൻ ഇന്ന് തരാം.
ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉടൻ തന്നെ ഏറെ നാളായിട്ട് നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം ഇപ്പോൾ തന്നെ ചെയ്യുക. ഉദാഹരണത്തിന് ചിലപ്പോൾ ജിമ്മിൽ പോകുന്നതാകാം, നടക്കാൻ പോകുന്നതാകാം, ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുന്നതാകാം, ചിലപ്പോൾ ആരോടെങ്കിലും ഇഷ്ടമുണ്ട് അത് നമുക്ക് തുറന്നു പറയുന്നതാകാം, ഒരു ജോലിക്ക് പോകുന്നതാകാം, പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നതാകാം. എന്ത് കാര്യമാകട്ടെ അതിനുവേണ്ടി ഒരു ചെറിയ ആക്ഷൻ നിങ്ങൾ ഇന്ന് എടുക്കുക. കാരണം നിങ്ങൾക്ക് കൂടുതൽ ആക്ഷൻ എടുക്കാനുള്ള ധൈര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ ഉപദേശമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഓരോ കാര്യം കേൾക്കുമ്പോഴല്ല, കേട്ട കാര്യം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കുകയും നിങ്ങളൊരു പ്രവൃത്തി പദത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ഹോംവർക്ക് ചെയ്യാമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ ആക്ഷൻ എടുത്തിട്ട് വന്നിട്ട് വീണ്ടും തിരിച്ചിവിടെ വന്ന് നിങ്ങൾ എടുത്ത ആക്ഷൻ എന്താണോ അതിവിടെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുകയും അത് നിങ്ങളുടെ ജീവിത പദത്തിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് മാറ്റം വന്നിരിക്കും. നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അതിലേക്ക് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വരുമല്ലോ, അതിലൊരു സംശയവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആക്ഷൻ എടുക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലത് വരട്ടെ. പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മുന്നോട്ട് തന്നെ പോയിരിക്കും. എനിക്ക് എല്ലാ വിധത്തിലുള്ള ശക്തികളും ഉണ്ട്, എനർജിയും ഉണ്ട്. ഐ ആം വെരി കോൺഫിഡൻറ്റ്, ഐ ആം വെരി ലക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ.